നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഡിഷാണ്, ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൂപ്പ് കുറഞ്ഞ് അല്ലെങ്കിൽ അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നമ്മൾ എടുക്കുന്നത്. മൂത്ത വെണ്ടയ്ക്ക എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാര് പോലെ ഇരിക്കും, അതുകൊണ്ടാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്ക എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മളതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ഞെട്ട് കളയുക ആദ്യം തന്നെ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 18 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്ദി ഫ്രൈക്കുള്ള വെണ്ടയ്ക്ക എടുത്തിട്ട് നടുവേ കീറി അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോന്നുമായിട്ട് എടുത്ത് മസാല പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക, പുറത്തേക്കുമായിട്ട് അത്യാവശ്യം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 2 hours പുറത്ത് വയ്ക്കണം. അതിന് ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡി ടു കുക്ക് ഐറ്റം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആവശ്യാനുസരണം എടുത്ത് വറുത്ത് നമുക്കൊരു കറിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് വർക്കിംഗ് ആൾക്കാർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ഡിഷ്. അപ്പോൾ ഇത് 2 hours കഴിഞ്ഞു, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രീനിഷ് ആൻഡ് ബ്രൗൺ കളേഴ്സിലൊക്കെ എത്തുമ്പോഴേക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ ഭയങ്കര അടിപൊളിയൊരു കറിയാണ്. അപ്പോൾ റെഡി ആയിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ മുരിഞ്ഞ് തന്നെ പറഞ്ഞെടുക്കാം. അത്യാവശ്യം നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല മുരിഞ്ഞ് ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ട്. സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് നോർമൽ ഒരു വെണ്ടയ്ക്ക ഉണ്ടാക്കുന്ന രീതിയിനേക്കാളും കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് വൈസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സാധാരണ വെണ്ടയ്ക്ക മാതിരി ഉള്ളിലുള്ള ഒരു പശപ്പോ ഇതൊന്നും കാര്യമായിട്ടില്ല. ഒരു സ്നാക്ക് കഴിക്കുന്ന മാതിരി തന്നെയുള്ള ഒരു ചെറിയ, നമുക്കിപ്പോൾ ഒരു പൊട്ടറ്റോ മസാല ഇട്ടുള്ളൊരു സ്നാക്കൊക്കെ കഴിക്കുന്ന മാതിരി തന്നെ ഒരു ചെറിയ ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കറിയായിട്ട് കഴിക്കുന്നതിനേക്കാളും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ടേസ്റ്റ് വൈസ് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.